നമസ്കാരം. തത്വമൈ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വളരെ ഗൗരവമേറിയ അതേസമയം തന്നെ ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും ചോര തിളപ്പിക്കുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തത്വമൈ ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുടെ ബാക്കി പത്രം എന്നോണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വൻ ജനമുന്നേറ്റമാണ് ഇപ്പോൾ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത്? എന്തിനാണ് ഇത്രയധികം ഹിന്ദുക്കൾ ഒന്നിച്ച് തെരുവിലേക്ക് ഇരച്ചെത്തിയത്? ഈ വൻ പ്രക്ഷോഭത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപ്രധാനവുമായ സ്ഥലമാണ് ഷബാഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ജനമുന്നേറ്റത്തിനാണ്. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഹിന്ദു വിശ്വാസികളാണ് കൈകളിൽ പന്തങ്ങളുമേന്തി ഷബാഗ് ചത്തുരത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഈ വലിയ ജനരോഷത്തിന് കാരണമായ ആ കറുത്ത സംഭവം നടന്നത് ബംഗ്ലാദേശിലെ രംഗ്പൂർ ഡിവിഷനിലുള്ള ഗൈബന്ദ ജില്ലയിലാണ്. അവിടെ പ്രാദേശിക ഹൈന്ദവ സമൂഹം ചേർന്നൊരു രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ രാജ്യത്ത് ഹിന്ദുക്കൾ തലയുയർത്തി ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചില പ്രാദേശിക ഇസ്ലാമിക മതമൗലികവാദികൾ സംഘടിച്ചെത്തി ഈ ക്ഷേത്ര നിർമ്മാണം ബലമായി തടസ്സപ്പെടുത്തുകയും നിർത്തിവെപ്പിക്കുകയും ചെയ്തു. ഇവിടെയും തീർന്നില്ല അവരുടെ ക്രൂരത. നിർമ്മാണ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീരാമന്റെ പവിത്രമായ ചിത്രം ഉൾക്കൊള്ളുന്ന വലിയൊരു ബാനർ ഈ തീവ്രവാദികൾ വലിച്ചു കീറുകയും അതിൽ ചെരുപ്പുകൾ വെച്ച് ക്രൂരമായി അടിക്കുകയും ചെയ്തു. ഹൈന്ദവ വിശ്വാസങ്ങളുടെ നെറുകയിലാണ് അവർ ആ ചെരുപ്പുകൾ കൊണ്ട് അടിച്ചത്. ഈ അതിക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അത് നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചെയ്തു. തങ്ങളുടെ ദൈവത്തെ, തങ്ങളുടെ ആരാധ്യ പുരുഷനായ ശ്രീരാമചന്ദ്രനെ ഇത്തരത്തിൽ പരസ്യമായി മൃഗീയമായി അപമാനിച്ച ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് ആഗോളതലത്തിലുള്ള ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ഞെട്ടിയത്. ഈ അപമാനം സഹിക്കാൻ കഴിയാതെയാണ് ഇനിയൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ഈ പ്രക്ഷോഭത്തിൽ വെച്ച് ഹൈന്ദവ സംഘടനകൾ എടുത്ത ഏറ്റവും ധീരവും ചരിത്രപരവുമായ തീരുമാനം ബംഗ്ലാദേശിലെ 64 ജില്ലകളിലും രാമക്ഷേത്രങ്ങൾ നിർമ്മിക്കും എന്നതാണ്. എവിടെയാണോ ഭഗവാൻ ശ്രീരാമനെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ മണ്ണിൽ തന്നെ എല്ലാ കോണുകളിലും ഇനി ഭഗവാന്റെ മന്ത്രങ്ങൾ ഉയരുമെന്ന് ഹിന്ദുക്കൾ ഉറപ്പിച്ചു പറയുന്നു. സാധാരണയായി ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഭയന്ന് വീടുകളിൽ ഒളിക്കാറുള്ള ജനതയല്ലെന്ന് ബംഗ്ലാദേശിലുള്ളത് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾ. ഇസ്ലാമിക മതമൗലികവാദികൾക്കെതിരെയും അവർക്ക് ഒത്താശ പാടുന്ന ഭരണകൂട നിലപാടുകൾക്കെതിരെയും ശക്തമായ ഭാഷയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടവർ ധാക്കയുടെ തെരുവ് വീഥികളെ പ്രകമ്പനം കൊള്ളിച്ചു. വെറുമൊരു പ്രതിഷേധം എന്നതിനപ്പുറം തങ്ങളുടെ അന്തസ്സും ആത്മാഭിമാനവും വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടമായാണ് അവിടുത്തെ ഹൈന്ദവ ജനത ഈ പ്രക്ഷോഭത്തെ കാണുന്നത്. പ്രതിഷേധക്കാർ വെറുമൊരു മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഇസ്ലാമിക തീവ്രവാദികളെ അടിയന്തരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാരിന് അവർ കൃത്യമായ സമയം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. 72 മണിക്കൂർ, അതായത് കൃത്യം 3 ദിവസത്തെ അന്ത്യശാസനമാണ് ഹൈന്ദവ സംഘടനകൾ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ കുറ്റവാളികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ രാജ്യത്തെ മതകാര്യ മന്ത്രാലയത്തിന് ശക്തമായ മെമ്മോറാണ്ട സമർപ്പിക്കുമെന്നും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഭരണകേന്ദ്രങ്ങൾ ഉപരോധിക്കുമെന്നും പ്രതിഷേധക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളെ ഇനിയും രണ്ടാം തരം പൗരന്മാരായി കണ്ട് അവഗണിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. ഒരു രാമക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചാൽ പകരം 64 ജില്ലകളിലും പുതിയ ക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനം ഇവിടുത്തെ മതമൗലികവാദികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഭാരതത്തിൽ അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രം ഉയർന്നതുപോലെ ബംഗ്ലാദേശിലെ ഓരോ ജില്ലകളിലും ഇനി രാമചന്ദ്രന്റെ കോവിലുകൾ ഉയർന്നു നിൽക്കും. ഇത് കേവലം കെട്ടിടങ്ങളുടെ നിർമ്മാണം മാത്രമല്ല, നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ സാംസ്കാരികവും ആത്മീയവുമായ പുനരുദ്ധാനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ല എങ്കിൽ ഈ സമരം ധാക്കയിൽ മാത്രം ഒതുങ്ങില്ല എന്ന് ഹിന്ദു സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഏറ്റവും ശക്തമായ ഹൈന്ദവ കൂട്ടായ്മയായ ബംഗ്ലാദേശ് പൂജ ഉജ്ജബൻ പരിഷത്ത് ആണ് ഈ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 64 ജില്ലകളിലും ഒരേ സമയം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇതിനോടകം തന്നെ രാവിലെ മുതൽ ധാക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ സംഘടിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രമുഖ സംഘടനയായ ഹിന്ദു മഹാജ്യോതിന്റെ 2 വിഭാഗങ്ങൾ നാഷണൽ പ്രസ് ക്ലബിന് മുന്നിലും ധാക്ക റിപ്പോർട്ടേഴ്സ് യൂണിറ്റിലും വൻ പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത്.
പ്രസ് ക്ലബിന് മുന്നിൽ രൂപീകരിക്കപ്പെട്ട ഭീമാകാരമായ മനുഷ്യച്ചങ്ങല ലോകമാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകാനും വലിയ തോതിലുള്ള ലോങ് മാർച്ചുകളും റാലികളും സംഘടിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ ഹിന്ദുക്കൾ എവിടെയെല്ലാം ന്യൂനപക്ഷമായി മാറിയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ക്രൂരമായ പീഡനങ്ങളും അവഗണനകളും മാത്രമാണ് കാലാകാലങ്ങളായി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ മണ്ണും ഇതിൽ ഒട്ടും വിഭിന്നമല്ല. വർഷങ്ങളായി കൊടും പീഡനങ്ങളും ജീവനും സ്വത്തിനും ഭീഷണിയും നേരിട്ടുകൊണ്ട് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളെ പോലെ കഴിഞ്ഞുകൂടേണ്ടി വന്ന ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനത ഇപ്പോൾ ഇതാ ചരിത്രത്തിൽ ആദ്യമായി ഭയത്തിന്റെ ആ പഴയ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ അധിക്ഷേപിച്ച ഇസ്ലാമിക മത മൗലികവാദികളുടെ നെഞ്ചിലേക്ക് നോക്കി അതേ ബംഗാളിന്റെ മണ്ണിൽ ജയ് ശ്രീറാം മന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ഹൈന്ദവ വിശ്വാസികൾ സംഘടിക്കുകയാണ്. വെറുമൊരു പ്രതിഷേധ പ്രകടനത്തിൽ ഒതുങ്ങുന്നതല്ല ഇത്തവണത്തെ ജനരോഷം. തങ്ങളെ തൊട്ടുകളിച്ചാൽ ഇനി അടങ്ങിയിരിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് നേരെ അവർ ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികളെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ നിർണായകമായൊരു പ്രഖ്യാപനവും ഹൈന്ദവ സംഘടനകൾ നടത്തിക്കഴിഞ്ഞു. മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ 64 ജില്ലകളിലും ഭഗവാൻ ശ്രീരാമനായി ഭീമാകാരമായ രാമക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലഘട്ടം മുതൽ ആരംഭിച്ച വേട്ടയാടലുകളുടെയും പാലായനങ്ങളുടെയും കണ്ണീരിൽ കുതിർന്ന ഒരു നീണ്ട ചരിത്രമുണ്ട് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന്. വിഭജന കാലത്തും പിന്നീട് 1971 വിമോചന യുദ്ധസമയത്തും ഏറ്റവും അധികം രക്തം ചിന്തേണ്ടി വന്നത് സ്വന്തം കിടപ്പാടവും സ്വത്തുക്കളും ഉപേക്ഷിച്ച് ജീവരക്ഷാർത്ഥം അതിർത്തി കടക്കേണ്ടി വന്നതും ഇവിടുത്തെ ഹിന്ദുക്കൾക്കായിരുന്നു. കാലാകാലങ്ങളിൽ മാറിവന്ന ഭരണകൂടങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇസ്ലാമിക മത മൗലികവാദികൾക്ക് സർവ്വ പിന്തുണ നൽകിയപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ ബംഗ്ലാദേശിൽ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരുന്നു. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ഹൈന്ദവ സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും ചെയ്ത ഒരു സംഭവങ്ങളിലും ഇവിടുത്തെ ജനത നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. എന്നാൽ ആ പതിറ്റാണ്ടുകൾ നീണ്ട നിശബ്ദതയ്ക്കും ഭയത്തിനും വിരാമമിട്ടുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി അവർ തങ്ങളുടെ അസ്തിത്വവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിക്കുകയാണ്. പീഡനങ്ങൾ സഹിക്കവയ്യാതെ മാതൃഭൂമി ഉപേക്ഷിച്ച് പോകുന്നതിന് പകരം തങ്ങൾ ജനിച്ച മണ്ണിൽ സ്വന്തം വിശ്വാസങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയുയർത്തി ജീവിക്കുമെന്ന ദൃഢനിശ്ചയമാണ് ഈ പുതിയ തലമുറയെ നയിക്കുന്നത്. ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന സനാതനധർമ്മത്തിന്റെ ഉണർവും ഹൈന്ദവ ഐക്യത്തിന്റെ കരുത്തും ബംഗ്ലാദേശിലെ തെരുവുകളിലും പ്രതിഫലിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. തങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ വേരുകൾ ഈ മണ്ണിൽ നിന്നും പിഴുതെറിയാൻ ഇനിയൊരു ജിഹാദി ശക്തികളെയും അനുവദിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് അവർ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. ഭീതിയോടെ ഒളിച്ചിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടാൻ കെൽപ്പുള്ള ഒരു കരുത്തുറ്റ സമൂഹത്തിലേക്കുള്ള ഒരു വിപ്ലവകരമായ പരിവർത്തനം ഏതൊരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെയും മാറ്റി ചിന്തിപ്പിക്കാൻ പോകുന്നതാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നെഞ്ചുവിരിച്ചു നിന്ന് പ്രതിരോധിക്കാൻ തയ്യാറാവുന്ന ഈ ജനത ഭാരതം ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് വലിയൊരു ആവേശമാണ് പകർന്നു നൽകുന്നത്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും സ്വയം പ്രഖ്യാപിത മതേതര ബുദ്ധിജീവികളും എക്കാലത്തും സൗകര്യപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ച ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അത് അയൽ രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് കീഴിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ആർക്കു നേരെയും ആക്രമണമുണ്ടായാലും മെഴുകുതിരി കത്തിക്കാനും പ്ലക്കാർഡുകൾ പിടിക്കാനും ഓടിയെത്തുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ബംഗ്ലാദേശിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കുമ്പോഴോ ഹിന്ദു വിശ്വാസികൾ തെരുവിലിട്ട് വേട്ടയാടപ്പെടുമ്പോഴോ കുറ്റകരമായ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഈ കാപട്യങ്ങളെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് തങ്ങളെ രക്ഷിക്കാൻ മറ്റാരും വരില്ലെന്നും സ്വന്തം പ്രതിരോധം സ്വയം തീർക്കണമെന്നുമുള്ള വലിയ തിരിച്ചറിവിലേക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിത അഥവാ ധർമ്മത്തെ നാം സംരക്ഷിച്ചാൽ ആ ധർമ്മം നമ്മെ തിരികെ സംരക്ഷിക്കുമെന്ന ഭാരതീയ ചിന്താധാരയെ അവർ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സനാതനധർമ്മത്തിന് നേരെ അധിനിവേശ ശക്തികൾ വാളെടുത്തിട്ടുണ്ട് എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് നിലകൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഈ ആന്തരികമായ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ധാക്കയുടെ തെരുവുകളിൽ നാം കാണുന്ന ഈ ജനസാഗരം നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ല. എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഹൈന്ദവ സമൂഹം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഏത് അന്ധകാര ശക്തികൾക്കും മുന്നിൽ കൈകളിലേന്തിയ കത്തി നിൽക്കുന്ന പന്തങ്ങളെക്കാൾ വലിയൊരു അഗ്നി തങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ ഇന്ന് പോരാടുന്നത്. ഇത് വെറുമൊരു പ്രതിഷേധാഗ്നിയല്ല, മറിച്ച് തലമുറകളായി അനുഭവിച്ച വേദനകളുടെയും സഹനങ്ങളുടെയും ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത പുതിയൊരു ചരിത്രത്തിന്റെ ഉദയം കൂടിയാണ്.
തത്വമയി ന്യൂസ് എപ്പോഴും പറയാറുള്ളത് പോലെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും സനാതനധർമ്മത്തിന് നേരെ ഉയരുന്ന ഓരോ കൈകളെയും ചോദ്യം ചെയ്യാൻ ഇന്ന് ശക്തമായ ഒരു ഹൈന്ദവ ഉണർവ് ഉണ്ടായിക്കഴിഞ്ഞു. ഭാരതത്തിൽ ഇന്ന് കാണുന്ന ആത്മവിശ്വാസവും ഹൈന്ദവ ഏകീകരണവും അതിർത്തികൾ ഭേദിച്ച് ബംഗ്ലാദേശിലെ നമ്മുടെ സഹോദരങ്ങളിലേക്കും പടർന്ന് പിടിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ധാക്കയിലെ ഈ കാവിപ്പടയുടെ മുന്നേറ്റം. ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള എല്ലാ നിർണായക വിവരങ്ങളും കൃത്യസമയത്ത് തന്നെ തത്വമയി ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.